കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. 2 ദിവസമായിട്ട് തോരാതെ പെയ്യുന്ന മഴ അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാട്ടോ. ഇതൊരു സിമ്പിൾ ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടൽ ബിരിയാണി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആക്ച്വലി കറി വെക്കാനുള്ള കഷ്ണമായിട്ടായിരുന്നു ആദ്യം എടുത്തത്. പിന്നെ ബിരിയാണി ഒരു അല്പം ഇരിപ്പുണ്ട്, അതുകൊണ്ട് വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഇനി അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം ഓരോ സ്പൂണും എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങ നീരും ഈ കഷ്ണം വേവാനുള്ള ആവശ്യത്തിന്, അത് ആ കഷ്ണത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പം അത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഒരു 3 സവാള, അത് ചെറിയ സവാളയാണ് കേട്ടോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞതാണ്, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി കൊടുക്കാം. ഇതുപോലെ അതൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് മാറ്റി കൊടുക്കാം, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിനകത്തുനിന്ന് ഒരു 2 സ്പൂൺ എണ്ണ എടുത്ത് മാറ്റണം. അതായത് ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ, അത് നല്ല ടേസ്റ്റാണ് ബിരിയാണിയിൽ ചേർക്കുമ്പോൾ കേട്ടോ. അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ കറിക്കുള്ള സവാള, അത് 2 സവാളയാണ് മീഡിയം സൈസിലുള്ളത്, അത് അരിഞ്ഞതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാകും കേട്ടോ. ഇനി അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. അതിതുപോലെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, നേരത്തെ പോലെ തന്നെ ഓരോ സ്പൂൺ വെച്ചിട്ടുള്ള മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരല്പം പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, എരിവ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരല്പമാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ചിക്കനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ അത് അടച്ചു വെച്ച് വേവിക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ 1.5 ഗ്ലാസ് ബിരിയാണി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ ഒരു 1/2 മുറി ജാതിപത്രി, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം നാരങ്ങ നീരും ഉപ്പും, പിന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ എണ്ണ ഉണ്ടല്ലോ, ഉള്ളി ഫ്രൈ ചെയ്ത, അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം മാറ്റി വെച്ച് നമ്മുടെ ബിരിയാണി റൈസ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം, വേവിക്കണം. ഇത് ബിരിയാണി ആണെങ്കിലും ഇത് ഞങ്ങൾക്കൊരു അല്പം നന്നായി വേകുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ അല്പം ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് ഇത്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഇത് ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ ഉടയരുതല്ലോ. ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ അരിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ അരി എടുത്ത പാനിലേക്ക് തന്നെ ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ.
ചിക്കൻ അങ്ങനെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയാണ്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയുടെ കുറച്ചെടുത്ത് ചേർത്തതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ബാക്കി ചോറ് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഉള്ളിയും വറുത്ത ഉള്ളിയും നമ്മൾ ഫ്രൈ ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇത് ഞാനൊന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു ഇടികല്ലിൻ്റെ കല്ലുണ്ടല്ലോ, അത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.